അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമിൻ വാല അമ്മാബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇസ്ലാമിൽ ദുആയ്ക്ക് പരമപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സൂറത്തുൽ ആലി ഇമ്രാനിലെ 38-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹുനാലിക ദഅ സകരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. സക്കരിയ ദുആ ചെയ്ത സന്ദർഭം, അല്ലയോ നാഥ, നിന്റെ വകയായി നല്ലവരായ മക്കളെ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. തീർച്ചയായും നീ ദുആയെ സ്വീകരിക്കുന്നവനാണല്ലോ. ഈ ദുആ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വയോവൃദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ട് എല്ലുകൾ ശോഷിച്ചു പോയിട്ടുണ്ട്, മുടികൾ നരച്ചു പോയിട്ടുണ്ട്, ആരോഗ്യം തീരെ മോശമാകുന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, സക്കരിയ നബിയുടെ ഭാര്യ വന്ധ്യയാണ്. അപ്പോൾ ഭൗതികമായി ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള യാതൊരുവിധ സാഹചര്യം ആ ദമ്പതികൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹു ആ ദുആ സ്വീകരിക്കുകയും അള്ളാഹു തന്നെ നേരിട്ട് നാമകരണം ചെയ്ത യഹിയ എന്ന പേരിൽ ഒരു കുഞ്ഞിനെ അവർക്ക് നൽകുകയും ചെയ്ത് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മളുടെ കാലമോ പ്രായമോ നമ്മളുടെ സാഹചര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് നമ്മൾ ദുആയിൽ കൈക്കൊള്ളേണ്ട ക്ഷമയും സഹനവും പ്രതീക്ഷയുമാണ് ദുആയെ അള്ളാഹു സ്വീകരിക്കുന്നതാക്കുന്നത് എന്ന് ഉണർത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.